റിപ്പോർട്ടർ ഈവനിംഗ് ബ്രേക്കിംഗ്. മുൻ എ.ഡി.എം. നവീൻ ബാബുവിന്റെ ആത്മഹത്യയ്ക്ക് പിന്നാലെ കണ്ണൂർ കളക്ടറെ ബഹിഷ്കരിച്ച റവന്യൂ മന്ത്രി കെ രാജൻ. കളക്ടർ അരുൺ കെ വിജയനുമായി വേദി പങ്കിടില്ലെന്ന വാശിയിലാണ് മന്ത്രി. കളക്ടറെ മാറ്റിയാൽ മാത്രമേ ജില്ലയിലെ സർക്കാർ പരിപാടികളിൽ പങ്കെടുക്കൂ എന്നാണ് മന്ത്രിയുടെ നിലപാട്. 10 മാസമായി ഓൺലൈനിലൂടെ മാത്രമാണ് മന്ത്രി കണ്ണൂരിലെ സർക്കാർ പരിപാടികളിൽ പങ്കെടുക്കുന്നത്. 2024 ഒക്ടോബറിലാണ് കെ രാജൻ കണ്ണൂരിൽ അവസാനമായി സർക്കാർ പരിപാടിയിൽ നേരിട്ട് പങ്കെടുത്തത്. നമുക്ക് കൂടുതൽ വിവരങ്ങളിലേക്ക് പോകണം. എന്താണ് മന്ത്രിക്ക് പിണക്കം അതറിയണമല്ലോ. അർജുൻ കല്യാടും നമുക്കൊപ്പം റോഷിപാലും ചേരുകയാണ്. അതോടൊപ്പം TV പ്രസാദ് ഉണ്ട്, പ്രവീൺ പുരുഷോത്തമനുണ്ട്. എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോകുന്നതിനായി ആദ്യം നമുക്ക് അർജുൻ കല്യാടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഗുഡ് ഈവനിങ് അർജുൻ കല്യാട്. എന്ത് പറ്റി കെ രാജനും കളക്ടറും തമ്മിലുള്ള പിണക്കം? 10 മാസമായിട്ടും അർജുൻ ഇടപെട്ടാലൊന്ന് പരിഹരിക്കാൻ പറ്റുമായിരുന്നില്ലേ? കളക്ടറോട് ചോദിച്ചോ എന്താണ് പ്രശ്നമെന്ന്? അന്നത്തെ മൊഴിയാണോ? സുജിയ, വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ് കണ്ണൂരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രശ്നം ഏതെങ്കിലും തരത്തിലൊരു നീരസമാണ് എന്ന തരത്തിൽ ആദ്യം നമ്മൾ കരുതിയെങ്കിലും അത് വളരെ ഗൗരവ സ്വഭാവത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തെ മന്ത്രിസഭയിലെ രണ്ടാമനായിട്ടുള്ള റവന്യൂ മന്ത്രി കെ രാജൻ ഒരു ജില്ലയിലെ പരിപാടി പൂർണ്ണമായും അല്ലെങ്കിൽ ഒരു ജില്ലയിലെ പരിപാടിയിൽ നേരിട്ടെത്തിയിട്ടുള്ള എല്ലാ പരിപാടികളും പൂർണ്ണമായി ഒഴിവാക്കിയിരിക്കുന്നു. ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്നു എന്നത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നം തന്നെയാണ്. നമുക്ക് ഈ സംഭവത്തിൻ്റെ ഒരു നാൾ വഴി പരിശോധിച്ച് കഴിഞ്ഞാൽ തന്നെ എന്താണ് ഇതിൻ്റെ പ്രത്യേകമായിട്ടുള്ള കാരണം? അതായത് റവന്യൂ മന്ത്രിക്ക് കണ്ണൂർ ജില്ലയോട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മടുപ്പ് ഉള്ളതായി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിയോജിപ്പുള്ളതായി നമുക്കറിയില്ല. പക്ഷേ A.D.M. നവീൻ ബാബുവിൻ്റെ മരണത്തിന് ശേഷം അതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ റവന്യൂ മന്ത്രി കെ രാജൻ്റെ 3 പരിപാടികൾ 24/10/2024 അതായത് A.D.M. നവീൻ ബാബു മരണപ്പെട്ടതിന് ശേഷം 10ാമത്തെ ദിവസം മുന്നേ തന്നെ റവന്യൂ മന്ത്രി കെ രാജന് കണ്ണൂരിൽ ചില പരിപാടികൾ നിശ്ചയിച്ചിരുന്നു. അതിൽ പ്രധാനപ്പെട്ട 3 പരിപാടികൾ എന്ന് പറയുന്നത് ചിറക്കൽ സ്മാർട്ട് വില്ലേജ് ഓഫീസിൻ്റെ ഉദ്ഘാടനവും കൂത്തുപറമ്പിലെയും ഇരിട്ടിയിലെയും പട്ടയമേളകളുമായിരുന്നു. ഈ 2 പരിപാടികളും 3 പരിപാടികളും മാറ്റിവെച്ചതായി ആദ്യഘട്ടത്തിൽ റവന്യൂ മന്ത്രിയുടെ ഓഫീസിൽ നിന്നും അറിയിപ്പ് വന്നു. അതിന് തൊട്ടു പിന്നാലെ 24ാം തീയതി തന്നെ മന്ത്രി മുണ്ടേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലുള്ള ഒല്ലൂരിൽ നിന്നുള്ള 40 അതായത് മന്ത്രിയുടെ മണ്ഡലത്തിൽ നിന്നുള്ള 40 അംഗ സംഘവുമായി പങ്കെടുത്തുകൊണ്ടുള്ള ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു. പക്ഷേ അതിനകത്തൊരു വിശദീകരണമായി പറഞ്ഞത് നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയിൽ റവന്യൂ വകുപ്പിലെ ജീവനക്കാരെല്ലാം വലിയ മാനസിക പ്രയാസത്തിലാണുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ മാനസിക പ്രയാസം കണക്കിലെടുത്തുകൊണ്ടാണ് ഈ പരിപാടി മാറ്റുന്നത്. നേരിട്ട് താൻ ഈ പരിപാടിയിലേക്ക് എത്താത്തതാണ്. പക്ഷേ അതിനുശേഷം അതായത് 24 ഒക്ടോബർ 2024 ശേഷം ഇന്നേ വരെ കണ്ണൂർ ജില്ലയിലുള്ള സർക്കാരിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു പരിപാടിയിലും റവന്യൂ മന്ത്രി കെ രാജൻ പങ്കെടുത്തിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ പരിശോധിച്ച് ആധികാരികമായി നമുക്ക് പറയാനുള്ളത്. ഏറ്റവും അവസാനമായി റവന്യൂ മന്ത്രി കെ രാജൻ കണ്ണൂരിൽ ഓൺലൈനായി ഒരു പരിപാടിയിൽ പങ്കെടുത്തത് 16/8/2024 അതായത് 3 ദിവസം മുൻപ് മാത്രമാണ്. മട്ടന്നൂർ നിയോജക മണ്ഡലത്തിലുള്ള പട്ടയമേളയിലാണ് അല്ലെങ്കിൽ പട്ടയങ്ങളുടെ വിതരണ പരിപാടിയിലാണ് മന്ത്രി പങ്കെടുത്തത്. അതിനുശേഷം അല്ലെങ്കിൽ അതിനിടയിൽ ഓരോന്നായി പരിപാടി വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും സുജിയ. 20ഓളം പരിപാടികളിൽ മന്ത്രി ഈ 10 മാസത്തിനിടയിൽ പങ്കെടുത്തു. പക്ഷേ ഒരു പരിപാടിയിൽ പോലും മന്ത്രി നേരിട്ട് പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല. ഓൺലൈനിൽ മാത്രമാണ് പരിപാടിയിൽ വരുന്നത്. ഓൺലൈനിൽ പങ്കെടുത്തുകൊണ്ട് പറയാനുള്ള കാര്യങ്ങൾ പറയുന്നു, മടങ്ങുന്നു. ഔദ്യോഗികമായിട്ടുള്ള ഒരു പരിപാടികളിലും പങ്കെടുത്തു. അതിലേറ്റവും ഗുരുതരമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അമ്പരപ്പുണ്ടാക്കുന്ന 2 പരിപാടികൾ. അത് ഒന്ന്, സർക്കാരിൻ്റെ 4ാം വാർഷികം കണ്ണൂരിൽ നടക്കുന്ന ഘട്ടത്തിൽ എല്ലാ മന്ത്രിമാരും അതായത് സംസ്ഥാനത്തെ വിവിധ വകുപ്പുകളുടെ തദ്ദേശ മന്ത്രി ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആയിക്കോട്ടെ അവരെല്ലാം തന്നെ കണ്ണൂർ ജില്ലയിൽ ഓരോ പരിപാടികൾക്ക് വേണ്ടി എത്തി. പക്ഷേ റവന്യൂ മന്ത്രി എത്തിയില്ല. അതിലും ഗുരുതരമായ മറ്റൊരു സംഭവം, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ, കാസർഗോഡ്, വയനാട്, കോഴിക്കോട് ജില്ലകളിലുള്ള പ്രവർത്തനങ്ങളുടെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ പ്രവർത്തികളുടെ എല്ലാ അവലോകനവും നടത്തുന്നതിന് വേണ്ടി കണ്ണൂർ കൃഷ്ണമേനോൻ കോളേജിൽ ഒരു യോഗം വിളിച്ചു ചേർത്തു. പക്ഷേ ആ യോഗത്തിലും റവന്യൂ മന്ത്രി കെ രാജൻ എത്തിയില്ല. കാരണം എന്താണ്? ജില്ലാ കളക്ടർ അരുൺ കെ വിജയനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു എതിർപ്പാണ്. അല്ലെങ്കിൽ അരുൺ കെ വിജയൻ ഈ ജില്ലയിൽ പരിപാടികളിൽ പങ്കെടുക്കാതെ നിൽക്കുകയാണ് മന്ത്രി എന്നുള്ളത് വ്യക്തമാണ്. അർജുൻ കല്യാൺ.